ഹലോ നമസ്കാരം. നക്ഷത്രങ്ങളെയും തിഥികളെയും ആധാരമാക്കി നമ്മൾ പല ആചാരാനുഷ്ഠാനങ്ങളും നടത്താറുണ്ട്. ഉത്സവാദികൾ, വിവാഹാദി ശുഭകർമ്മങ്ങൾ ഇത്യാദി വിഷയങ്ങളെല്ലാം നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളവയാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് ആ ആചാരങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ തിഥികൾക്കും പ്രാധാന്യമുണ്ട്. കേരളത്തിൽ പൊതുവെ നമ്മൾ നക്ഷത്രങ്ങളെ ആശ്രയിച്ചിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും തിഥിക്കാണ് പ്രാധാന്യം. പക്ഷെ കേരളത്തിന് പുറത്ത് ചാന്ദ്രമാസങ്ങളെ ആധാരമാക്കിയാണ് കർമ്മങ്ങൾ ചെയ്തു വരാറ്. അങ്ങനെ തിഥിക്ക് പ്രാധാന്യമുള്ള ആചാരങ്ങൾ പെടുന്നതാണ് നമ്മുടെ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി. ഇപ്പോൾ എന്തിനാണ് ഇതിവിടെ പറയുന്നതെന്ന് വെച്ചാൽ നവരാത്രി ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ കേരളത്തിന് പുറത്താണ് ഇത് കൂടുതലായും ആചരിക്കുന്നത്. നമ്മൾ ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയുമാണ് കൂടുതലായും അനുഷ്ഠിക്കാറ്. ദുർഗാഷ്ടമിയിൽ അന്ന് പൂജ വെക്കുകയും മഹാനവമി കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് പൂജ എടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ കേരളത്തിലുണ്ട്. ഈ ആചരണങ്ങൾ തിഥിക്ക് പ്രാധാന്യമുള്ളവയാണ്. ദുർഗാഷ്ടമി അതായത് 29-ാം തീയതി വൈകുന്നേരം 4:29 മുതൽ അഷ്ടമി തിഥി ആരംഭിക്കും. ചിലർ ഈ സമയത്തിന് ശേഷം പൂജ വെക്കാറുണ്ട്. പക്ഷെ പകൽ സമയത്ത് തിഥി ഉണ്ടാകുന്ന കാലം ആ തിഥി ആചരിക്കണം എന്നാണ് ആചാര്യര്. അതായത് സൂര്യോദയം തുടങ്ങി 3 നാഴികയെങ്കിലും ഒരു തിഥി നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ തിഥി ആചരിക്കാം. 3 നാഴിക എന്ന് പറയുന്നത് 1 മണിക്കൂർ 12 മിനിറ്റോളം വരും. അങ്ങനെ വരുമ്പോൾ 29-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതി രാവിലെ സൂര്യോദയത്തിന് ശേഷം, അതായത് 6:14 ശേഷം പൂജ വെക്കുവാനുള്ള സമയമായി അന്ന് ദുർഗാഷ്ടമി ആചരിക്കുവാനും ആചാര്യന്മാർ പറയുന്നു. തുടർന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി മഹാനവമിയായും അതിനുശേഷം ഒക്ടോബർ 2-ാം തീയതി വിജയദശമിയുമായും ആചരിക്കാം. 30-ാം തീയതി രാവിലെ 6:14 ശേഷം പൂജ വെക്കുവാനും വിജയദശമിയുടെ അന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി രാവിലെ 9:15 മുൻപായി പൂജ എടുക്കുവാനും ഉള്ള സമയമാണ്. അന്നേ ദിവസം വിദ്യാരംഭം, അതുപോലെ തന്നെ കലാപരമായും വിദ്യാപരമായും ബന്ധപ്പെട്ട എല്ലാ ശുഭകർമ്മങ്ങളും ആരംഭിക്കുന്നതിന് നല്ല ദിവസമാണ്. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ ദിനങ്ങളിൽ ആചരിക്കേണ്ടുന്ന ചില ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. വർഷത്തിൽ അപൂർവമായി മാത്രം വരുന്ന ഈ 3 ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള മന്ത്രജപങ്ങളാൽ ആരാധന നടത്തുന്നത് നിങ്ങൾക്ക് അത്ഭുതകരമായിരിക്കുന്ന ഫലസിദ്ധികൾ നേടിത്തരുന്നതാണ്. ദുർഗാഷ്ടമിയുടെ അന്ന് ജപിക്കേണ്ടുന്ന മന്ത്രങ്ങൾ, മഹാനവമിയുടെ അന്ന് ജപിക്കേണ്ടുന്ന മന്ത്രങ്ങൾ, വിജയദശമിയുടെ അന്ന് ജപിക്കേണ്ടുന്ന മന്ത്രങ്ങൾ എന്നീ വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ തുടർന്നും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ഇൻഫർമേഷനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ